Godspeed to the city streets. We began to feel the fire. We rise like tall buildings as the ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു മൺസൂൺ റൈഡാണ്. ബൈക്കിലാണ് പോകുന്നത്. ഞാനും രാകേഷും ഉണ്ട്. അപ്പം മഴ പെയ്ത് എന്നാൽ ഇപ്പോൾ ചെന്നം പെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഴയത്തോടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ക്യാമറ കൂടുതലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റാഞ്ഞുകൊണ്ടാണ് നമ്മൾ ക്യാമറ എടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാതിരുന്നത്. ഇപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസമുണ്ട്. പിന്നെ നമ്മൾ ചെല്ലുന്ന ഡെസ്റ്റിനേഷനിൽ നിന്ന് കുറച്ച് ഇപ്പുറത്തു നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് എന്നതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഏതായാലും നമ്മുടെ പ്രകൃതിയുടെ ഭംഗി ഒന്ന് ആസ്വദിച്ച് നമുക്ക് പോകാം. കാരണം മഴ പെയ്ത് കിടക്കുന്ന പ്രകൃതി വളരെ മനോഹരിയാണ്. റോഡൊക്കെ കാണാനും ഇരു സൈഡിൽ നിൽക്കുന്ന ചെടികളും അതുപോലെ ആ പച്ചപ്പൊക്കെ ഉണ്ടല്ലോ, വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും മഴ പെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇന്നത്തെ യാത്ര എവിടേക്കാണെന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പ് മൺസൂൺ എക്സ്പെഡീഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യാത്ര ചെയ്ത ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടേക്ക് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവിടെ മനോഹരമായ കുറേ കാഴ്ചകൾ ഉണ്ട്. അല്ലെങ്കിൽ ആ കാഴ്ചകൾ നമ്മൾ അന്ന് കണ്ട കാഴ്ചകൾ അതീവ സുന്ദരമായിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നതുകൊണ്ടാണ് പോകുന്നത്. ഇനി എന്തായാലും പോകെ നമുക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. എന്തായാലും ഈ വഴിയൊക്കെ കാണുമ്പം അന്നത്തെ എൻ്റെ യാത്രയുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഇവിടെ പോയിട്ടുള്ളവർക്കൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇത് എവിടേക്കാണ് നമ്മൾ പോകുന്നതെന്ന്. അപ്പോൾ നമ്മൾ പോയി, അതായത് ഈ നമുക്ക് വാട്ടർഫോൾസിൽ അപകടരഹിതമായിട്ട് ഏറെ ദൂരം ഉരഞ്ഞ് ഇറങ്ങി വാട്ടർഫോൾസ് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വാട്ടർഫോൾസിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഈ വേലങ്ങോല പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. പത്തനംതിട്ട ജില്ലയിൽ അയിരൂര് ചുങ്കപ്പാറയിൽ നിന്നും ഏകദേശം ഒരു 4-5 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ വാട്ടർഫോൾസിലേക്ക് എത്തിച്ചേരാൻ കഴിയും. വാട്ടർഫോൾസിൻ്റെ കാഴ്ചകൾ അതിമനോഹരമാണെന്ന് യാതൊരു സംശയമില്ല. കാരണം ഇപ്പം മഴയൊക്കെ പെയ്ത് നന്നായിട്ടൊക്കെ വെള്ളമൊക്കെ ഉള്ള സമയമാണിത്. ഇന്നത്തെ യാത്രയിൽ നമുക്ക് ഈ വാട്ടർഫോൾസ് തുടങ്ങുന്നതിൻ്റെ ഉത്ഭവം അതിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാൻ കഴിയും. കാരണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. മനോഹരമായ കാഴ്ചകളുണ്ട്. അതിമനോഹരമായ യാത്രാ അനുഭവമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്നിട്ട് വരാം. വേണം. ഇതാണല്ലോ ഞാൻ പിടിക്കത്തില്ല കേട്ടോ. നിങ്ങൾ പിടിക്കുന്ന ഞാൻ പറഞ്ഞില്ലല്ലോ. സൈഡിൽ കൂടെ വണ്ടി ഇറക്കാതിരിക്കാൻ വേണ്ടി അടച്ചാണ്. പണ്ടത്തെ പോലല്ലേ ഇത്. പണ്ട് ഇത് വീട്ടുകാരുടെയാന്ന് തോന്നുന്നു വഴിയേ. വസ്തുവും വീട്ടുകാരുടെയാന്ന് തോന്നുന്നു. ഒരിക്കമ്പാറ ഇപ്പം ജനസമൃദ്ധമാണ്. ഞങ്ങൾ പണ്ടൊന്ന് വന്നതാണ്. അപ്പം അന്നത്തെ വർഷങ്ങളൊക്കെ 3-4 വർഷം മുമ്പ് അല്ലേ? 2 വർഷം മുമ്പ് ഞങ്ങൾ വന്നതാണ്. അപ്പം മൺസൂൺ റൈഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കമ്പാറ വാട്ടർഫോൾസിൻ്റെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ അത് വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുക ഒരിക്കമ്പാറ. കുറച്ച് കുളിച്ചോ? ഇതിലേ പോയി നല്ല പ്രയോജനം ഉണ്ടോന്ന്. പാറ തന്നെയല്ലേ? അത് മറ്റേ ഈ ഒരച്ചിറങ്ങാനുള്ള ഒരച്ചിറക്കാൻ ഇതിലേ പോകുന്ന ഒരച്ചിറങ്ങണമെങ്കിൽ പാറ തന്നെയല്ലേ? ഒരിക്കമ്പാറ വാട്ടർഫോൾസ് അടിപൊളിയായിട്ട് ഒഴുകും കേട്ടോ. ഇത് ഭയങ്കര ഒരുപാട് ഏരിയയിൽ നിന്നുണ്ട് ഇത് വരുന്നത്. നല്ല രസമാണ് ഇതിന്റെ കാഴ്ച. പാറ ഇതിലല്ല വഴി താഴെക്കൂടാ. ജസ്റ്റ് ഇതിലെ വന്നെന്നുള്ളത്.
അങ്ങനല്ല, അതിൽ വരയ്ക്കമ്പാറയിലെ പ്രധാന കാഴ്ചകൾ, ഇനി താഴെ പോയി കുറച്ച് കാഴ്ച അത് കണ്ടിട്ട് നമുക്ക് തിരുമ്പാം. ഇത്രേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് കുറേ നേരം കുളിക്കാനും ഈ കല്ലക്കുഴ ഒന്ന് ഉരഞ്ഞ് താഴോട്ട് പോകാനും ഒക്കെ മനോഹരമാണ്. ഒരു കാലത്ത് ആർക്കും അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ വീഡിയോ ചെയ്യാൻ വരുന്ന സമയത്തൊന്നും അധികം ആൾക്കാരൊന്നും വരില്ല, ഈ പരിസരത്തുള്ളവർക്ക് വരത്തുള്ളായിരുന്നു. ഇപ്പോഴാണ് ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഇരുന്നൊക്കെ വന്ന് ഈ കാഴ്ചകളൊക്കെ കാണുകയും ഒക്കെ ചെയ്യുന്നു. വീണാലും താഴെ ചെല്ലത്തില്ല. അങ്ങനെ സംബന്ധിച്ചിടത്തോളം
ഇന്നലെ ഞാൻ കണ്ട ഫോട്ടോയ്ക്കകത്ത് നിരന്നൊഴുകുന്നുണ്ടായിരുന്നു. ഇന്നിപ്പം വെള്ളം കുറഞ്ഞിട്ടുണ്ട്, മഴ കുറവുള്ളതുകൊണ്ട്. ഇന്നിപ്പോൾ ഇച്ചിരി മഴ കുറഞ്ഞു, പക്ഷേ അതിലൊന്നും കാര്യമില്ല. ആ പുള്ളിക്കാരൻ ചാടുന്നതിൻ്റെ വെറൈറ്റി ഒന്ന് ചാടിയേ. അല്ല, അത് ആ പുള്ളി ചാടുന്നുണ്ടോ, ഒരയ്ക്കുമല്ല. എന്നാ വരുന്നുണ്ടോ? ഓ, അത് കണ്ടിയതേ. ഇതെന്താ ഇത്? നെഞ്ച് തല്ലി അടിച്ചേ. അയ്യോ, അത് ഭയങ്കര അബദ്ധമാണ്. അതങ്ങനല്ല, അത് അപകടമാ. നെഞ്ചിറങ്ങി വരുന്ന അപകടമാ അല്ലേ? അതാണ് ഇവിടുത്തെ പ്രധാന ഡ്രൈവറാ ഇന്നത്തെ അല്ലേ? ഇന്നത്തെ പ്രധാന ഡ്രൈവറാ. എവിടാ വീട്? തൊട്ടുമഴി. ആ, ഇത് എവിടുന്ന്? ഇന്ന് കുറഞ്ഞു. ഇന്നലെ നല്ല വെള്ളം. ഇത് എവിടാ? ഇത് പഞ്ചായത്തുകളുണ്ട്. ആ
അതിന് മുമ്പ് ഒരു അമ്പലക്കുളം ഉണ്ട്, അത് നിറഞ്ഞ് പഞ്ചായത്ത് കോടതി വന്ന് ഇവിടുന്ന് നേരെ വരുന്നത്. ഇതിനകത്ത് കുറെ പൈത്തോട് മറ്റേ തോടുകളുണ്ടല്ലോ, അത് കയറുന്നുണ്ട്. അത് കയറുന്നുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് വലിയൊരു തോടായിട്ട് തന്നെ വരും. യഥാർത്ഥത്തിൽ ആ കുളത്തിൽ നിന്ന് വരുന്ന വെള്ളമായി ഇത് കുളത്തിൽ സ്റ്റാർട്ടിങ് എവിടെ? പഞ്ചായത്ത് കുളം അല്ലേ? അമ്പലക്കുളം. തൈക്കുളം എന്ന് പറയും. അമ്പലക്കുളം നിറഞ്ഞ് തൈക്കുളത്തിൽ വരും, ചെറിയ കൈത്തി തോടുകളൊക്കെ ആയിട്ട്. ആ കുളം നിറഞ്ഞിട്ട് പിന്നെ ചെറിയ കൈത്തോടായിട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇടയ്ക്കും നല്ല കുറെ ചെറിയ തോടുകൾ വന്നു കയറുന്നുണ്ട്. തൈക്കുളം അല്ലേ? അത് മലയുടെ മണ്ടയിലാണോ? ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ മാറിയാ മേളിലോട്ടാണോ കയറ്റം വന്നു? ക്ഷേത്രത്തിൽ മേലേക്കാടി. അത് നല്ല രസമാണോ? അത് ചെറിയ തോട്ടത്തിനകത്തൊരു പഞ്ചായത്ത് കുളം എന്നുള്ളത്. പല തോടുകൾ ചേർന്നാണ് ഇത്രയും വെള്ളം ആവുന്നേ. പക്ഷെ ഉത്സവം അവിടെ നിന്നാണ്. നെറ്റിലൊക്കെ വന്നോണ്ട് ഇഷ്ടം പോലെ പിള്ളേർ വരുന്നുണ്ട്. ഉണ്ട്. ഇത് 2 വർഷം മുമ്പ് 3 വർഷം മുമ്പ് ഞങ്ങൾ വന്നൊരു വീഡിയോ ചെയ്തതാണ്. നല്ലതാ. ഇത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണോ? ഇത് രണ്ട് സൈഡ്. ഇത് തോടായിട്ട് പോകും. ഡെവലപ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ട്, ഇതൊരു ടൂറിസം വകുപ്പായിട്ട് ഇങ്ങനെ തന്നെ അങ്ങ് നിൽക്കുന്നത്. ഞങ്ങൾ വന്നാൽ അതുപോലെ തന്നെ. പിന്നെ ഈ കാട്ട് ഇറങ്ങി വരുന്ന വഴി മാത്രം കല്ല് പാകിയിട്ടുണ്ട്. അത് സ്വകാര്യ വ്യക്തിയില്. അവര് മനസ്സ് വെച്ചാൽ ഇത് കൂട്ടും അല്ലേ? വേറെ വഴിയില്ലല്ലോ. അതിലും ഇറങ്ങി വരുന്നത് അത് ഭയങ്കര ഡേഞ്ചറാ. അത് ശരി. ശല്യമായി മറ്റു രീതിയിലുള്ള ശല്യമായി. അങ്ങനെയുണ്ട്. ഓ ശരിയാ. അങ്ങനെ ഈ തടാകമൊക്കെ പിന്നീട് വന്നായിരിക്കും അല്ലേ? പിള്ളേർ കേട്ടോ. പേരെന്തുവാ? ഷിജിൻ. ഓക്കെ. അതിന്റെ മേളിൽ കയറി ആ വെള്ളത്തിനകത്ത് കയറിയിരുന്നില്ലേ? അത് എങ്ങനെയുണ്ട്? നല്ലതാ. രസമല്ലേ? അല്ല അത് നനയോ? അവിടെ ഇരുന്നോ? അവിടെ ഇരുന്ന വെള്ളം ഒരു നനയോ? നനയല്ലേ? അല്ലല്ല അവിടെ കയറിയില്ലേ? ചാടുന്നേ. ഞാൻ അവിടെ വെച്ച് കണ്ടപ്പോ നിങ്ങൾ ഇവിടെ ഉള്ള ആളാന്ന്, സ്ഥിരമുള്ള ആളാന്ന് മനസ്സിലായി. അല്ല കേറത്തില്ല. അപകടം. അല്ല ഈ തിരങ്ങി വരുന്നതേ ഒരിച്ചിരി മാറിയ സ്ഥലമെല്ലാം തന്നെ അടിച്ചാൽ പണിയാണ്. ഒരാൾ വന്നാൽ ഇത് ഡേഞ്ചർ. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കാല് നിൽക്കത്തില്ല. ഇവരൊക്കെ ഇവിടെ ഉള്ളവരാന്ന് തോന്നുന്നല്ലേ? അല്ല. ഇവിടുത്തുകാരങ്ങനെ ഇങ്ങോട്ട് ഇത് കണ്ട് ഇതായോ? ഇപ്പം നേരത്തെ ഇവിടുത്തുകാരെ ഉള്ളായിരുന്നു. ഒരു വർഷത്തിക്കുള്ളായില്ല. അതാ ഞങ്ങള് 2 വർഷം മുമ്പ് വരുമ്പോ ഇവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളു. അത് ഈ ചുറ്റുവട്ടത്തുള്ള പിള്ളേരായിരുന്നു. ഈ ചുറ്റുവട്ടത്തുള്ള പിള്ളേർ ഇപ്പൊ സത്യത്തിൽ ഇന്നലത്തെ ഒരു ഫോട്ടോ കണ്ടിട്ട് വന്നാ ഞങ്ങൾ. ഇന്നലെ ഭയങ്കര വെള്ളമല്ല വന്നായിരുന്നു. അപ്പൊ ഇന്ന് വേണ്ട വന്നപ്പോ ഞങ്ങൾ കഴിഞ്ഞ ആദ്യം വന്ന പോയ അത്രയും വെള്ളവും. ഇവിടെ അരുവിക്കുഴിക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇവിടെ അരുവിക്കുഴി അത് വഴിയാ പോകുന്നത്. ഇവിടെ നേരെ ചുവപ്പാറ അവിടെ നേരെ ചാലാപ്പള്ളിക്ക് നേരെ പിയാടിക്കൽ 13 കിലോമീറ്റർ. അവിടെ നേരെ തടിയൂർ. ഞങ്ങൾ പണ്ട് അതിലേ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിലേ വരെ. അപ്പൊ ഞങ്ങളൊന്ന് പോട്ടെ. ശരി ചേട്ടാ. ഫ്രണ്ട്സ്, അപ്പം ഇവിടുത്തെ ഈ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച ഇന്നലത്തേലും വെള്ളം കുറവാണ്. ഇന്ന് ആൾക്കാരും കുറവാണ്. അപ്പം അരുവിക്കുഴി ഇവിടുന്ന് അരുവിക്കുഴിക്ക് 13 കിലോമീറ്റർ ഉള്ളൂ. ഒരു വൺ ഡേ ട്രിപ്പ് വരുന്നവർക്ക്, വൺ ഡേ ട്രിപ്പ് അല്ല, ഒരു ഉച്ച കഴിഞ്ഞ് വരുന്നവർക്ക് ഇവിടുത്തെ ഈ കാഴ്ചകൾ, ഇവിടെ കുളിയൊക്കെ നടത്തിയിട്ട് നമുക്ക് നേരെ അരുവിക്കുഴിക്ക് പോകും. അരുവിക്കുഴിയിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകും. അടിപൊളിയായിരിക്കും. ഇപ്പോൾ വെള്ളമുണ്ട്. മൺസൂണിൽ നല്ല രീതിയിലുള്ള
ആകർഷണീയത വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് ഉണ്ട്. വെള്ളച്ചാട്ടത്തിൽ വന്നാന്നോ? അപ്പം എന്താന്ന് ചോദിച്ചാലേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ തോടിൻ്റെ ഉത്ഭവം അതൊരു സംഭവമാണ്. അതൊരു അമ്പലക്കുളത്തിൽ നിന്ന് ഓവർഫ്ലോ ആവുന്ന വെള്ളമാണ്. അമ്പലക്കുളത്തിൽ നിന്ന് ഓവർഫ്ലോ ആയി പഞ്ചായത്ത് കുളത്തിൽ വന്ന് പഞ്ചായത്ത് കുളം ഓവർഫ്ലോ ആയി വന്ന് പിന്നീട് കുറച്ച് ചെറിയ തോടുകളൊക്കെ ചേർന്നിട്ടാണ് ഇവിടെ വരും. അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞു ശരിയല്ലേ? അല്ല, കേട്ടില്ല. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോ വരുന്നേരം വരെ എല്ലാവർക്കും നന്ദി, താങ്ക് യു കേട്ടോ. നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന വണ്ടികളെല്ലാം പോയി. അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണ പോലെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഓക്കെ, ബൈ.